നവംബർ മാസം 1-ാം തീയതി മുതൽ ഡിസംബർ മാസം 31-ാം തീയതി വരെ 2 മാസം ഹോപ്പ് ഇൻ ജീസസ് മിനിസ്ട്രി മിഷൻ മന്ത്സ് ആയിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും 2013 കർത്താവിന്റെ വേല ഇനിയും നന്നായിട്ട് ഇനിയും അധികമായിട്ട് എങ്ങനെ ചെയ്യാം എന്ന് ദൈവത്തിന്റെ ആലോചനയ്ക്കായിട്ട് കാത്തിരിക്കുന്ന 2 മാസങ്ങളാണ്. പ്രധാനമായിട്ടും 5 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മിനിസ്ട്രി ഈ വർഷം പ്രാർത്ഥിക്കുന്നത്. 5 things. 1, നമ്മുടെ നോർത്ത് ഇന്ത്യൻ മിഷൻസ്, ഉത്തരേന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മിഷൻ പ്രവർത്തനങ്ങൾ. 2002 ആയപ്പോൾ 2002-2003 വർഷങ്ങളിൽ ഹരിയാനയിലും പഞ്ചാബിലും മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഇന്ന് ആ 2 സ്ഥലത്തും ഹോപ്പ് ഇൻ ജീസസ് ചർച്ചുകൾ ദൈവം കൃപയാൽ നൽകിയിട്ടുണ്ട്. പുതിയ സംസ്ഥാനങ്ങളിൽ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹോപ്പ് ഇൻ ജീസസ് മിഷൻ സെന്റർ സ്ഥാപിക്കുവാനും അനേകരെ യേശുവിലേക്ക് കൊണ്ടുവരുവാനും സുവിശേഷത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്ന് അനേകരെ രക്ഷ പ്രാപിക്കുവാനും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. 2ാമത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് പുതിയ പ്രത്യാശ കേന്ദ്രങ്ങൾ, സെന്റേഴ്സ് ഓഫ് ഹോപ്പ്. ഈ വർഷം കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്നത് കർണാടകയിൽ ദൈവം ഒരു പ്രത്യാശ കേന്ദ്രം നൽകുവാനായിട്ട്, പ്രത്യാശ കേന്ദ്രത്തിലൂടെ അനേകരെ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ, കന്നഡയിൽ ബൈബിൾ പഠിപ്പിക്കുവാനും എല്ലാം ദൈവം ഞങ്ങളെ സഹായിക്കുവാനായിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കട്ടെ. 3ാമത് നമ്മൾ മിഷൻ മന്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഹോപ്പ് ഇൻ ജീസസിന് നൽകിയിട്ടുള്ള ഒരു വിഷനാണ് അണ്ടർ പ്രിവിലേജ് സ്റ്റുഡൻസിനായിട്ട് ഒരു സ്കൂൾ പണിത് അവരെ പഠിപ്പിക്കുക എന്നുള്ളത്. അതിനായിട്ട് ദൈവം തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിൽ, തിരുനെൽവേലി ടൗണിൽ നിന്നും 32 കിലോമീറ്റർ ഉള്ളിലേക്ക് പനയാംകുറിച്ചി എന്നൊരു ഗ്രാമത്തിൽ ഒരു സ്കൂൾ പണിയുവാൻ ദൈവം കൃപയാൽ ഈ ദിവസം സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. അനേകര വില്ലേജസിലുള്ള ബാലന്മാരെയും ബാലികമാരും, പ്രത്യേകിച്ച് അവർ പഠിക്കാറില്ല, അവർ ചെറുതായിരിക്കുമ്പോൾ ജോലിക്ക് പോകും, അങ്ങനെയുള്ളവരെ സ്കൂളിലേക്ക് കൊണ്ടുവന്ന് അത് പഠിപ്പിച്ച് അവരെ മിടുക്കരാക്കണം എന്നൊരു വലിയ ആഗ്രഹം ഹൃദയത്തിലുണ്ട്. മാത്രമല്ല, നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന മിഷണറിമാരുടെയോ പാസ്റ്റർമാരുടെയോ മക്കളെ ഫ്രീ ആയിട്ട് ഇവരെ പഠിപ്പിച്ച് ദ ബെസ്റ്റ് എഡ്യൂക്കേഷൻ നൽകാൻ ദൈവം ഞങ്ങളെ സഹായിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്കൂളിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോർ ചെയ്യുവാനും ഫസ്റ്റ് ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യുവാനും ദൈവം കൃപയാൽ സഹായിച്ചു. നിങ്ങൾ പാർട്ട്നേഴ്സ് എല്ലാം ഞങ്ങളുടെ കൂടെ നിന്നു. സെക്കൻഡ് ഫ്ലോറും കൂടെ കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ജൂൺ 1, 2013 അക്കാഡമിക്സ് സ്റ്റാർട്ട് ചെയ്യുവാൻ ദൈവം സഹായിക്കും. ഞങ്ങളതിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ആമേൻ പറയാം. ഞങ്ങളോടൊത്തു നിൽക്കാം. കർത്താവിൻ്റെ സഭയും ദൈവരാജ്യത്തിനായിട്ട് പ്രയോജനപ്പെടാം. 4ാമതായിട്ട് പ്രാർത്ഥിക്കുന്നത് ടെലിവിഷൻ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് മൊമെന്റ്സ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ നിമിഷങ്ങൾ എന്ന TV പ്രോഗ്രാം 2000 വർഷത്തിലാണ് തുടങ്ങി. 2000 വർഷത്തിലാണ് തുടങ്ങിയത്. സൂര്യ TVയിൽ അത് തുടങ്ങി. SS മ്യൂസിക് എന്ന ചാനലിൽ അത് ചെയ്തു. വിൻ TV എന്ന ചാനലിൽ ചെയ്തു. ദൈവം അനുഗ്രഹിച്ച 4 ചാനലുകളിൽ ഇപ്പോൾ ചെയ്യുവാൻ ദൈവം കൃപയാൽ സഹായിക്കുന്നു. സൂര്യ TVയിൽ 2ഉം 4ഉം ചൊവ്വാഴ്ചകളിൽ രാവിലെ 6:30, ഹാർവസ്റ്റ് TVയിൽ തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ വൈകുന്നേരം 9:30, ന്യൂ ഹോപ്പ് TV കന്നഡയിൽ പ്രോഗ്രാം ചെയ്യാൻ ദൈവം സഹായിക്കുന്നു. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 7:30, വിൻ TVയിൽ 4ാമത്തെ ചൊവ്വാഴ്ച രാവിലെ 6:30 തമിഴ് പ്രോഗ്രാം ചെയ്യുവാൻ ദൈവം കൃപയാൽ സഹായിക്കുന്നു. മലയാളത്തിലും തമിഴിലും കന്നഡയിലും പ്രോഗ്രാം ചെയ്യാൻ ദൈവം കൃപയാൽ സഹായിക്കുന്നു. ഈ പ്രാവശ്യം എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ദൈവം 1 more സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ്, തെലുങ്കിൽ ദൈവം നമുക്കൊരു TV പ്രോഗ്രാം തരുവാനായിട്ട് പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. 2, ദൈവം ഹിന്ദിയിൽ ഒരു TV പ്രോഗ്രാം തരണം. ഹിന്ദിയിൽ ചെയ്താൽ ഇന്ത്യയിലുള്ള ഒത്തിരി പേർക്ക് മനസ്സിലാകും. അനേകരെ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ അത് ഇടയായിത്തീരും. TV പ്രോഗ്രാം ചെയ്യുന്നതിൽ മാത്രം യേശുവിനെ കൊടുക്കാൻ പറ്റുന്നതിനേക്കാൾ അധികം തെലുങ്കിൽ TV പ്രോഗ്രാം ചെയ്താൽ തെലുങ്കിൽ പ്രാർത്ഥിക്കുവാനുള്ള പ്രെയർ വാരിയേഴ്സ് ദൈവം ഞങ്ങൾക്ക് തരണം. തെലുങ്കിൽ സുവിശേഷം പറയുവാൻ ദൈവമായ തെലുങ്കിലുള്ള ഇവാഞ്ചലിസ്റ്റുമാരെ തരണം. ഹിന്ദിയിൽ TV പ്രോഗ്രാം ചെയ്താൽ ഹിന്ദിയിൽ പ്രാർത്ഥിക്കുവാൻ, ഹിന്ദിയിൽ സംസാരിക്കുവാനുള്ള പ്രെയർ വാരിയേഴ്സിനെ തന്നാൽ മാത്രമേ TV പ്രോഗ്രാം റിയലി എഫക്റ്റീവ് ആവത്തുള്ളൂ. അതിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. യു ക്യാൻ സോ യുവർ സീഡ്സ്. നിങ്ങൾ വിതയ്ക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഏറ്റവും അവസാനം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പോയിന്റ് മിഷൻ മന്തിൽ ഒരു ഫുള്ളി ലൈവ് ആയിട്ടുള്ള ഒരു വെബ് ചാനൽ. എന്നെപ്പോലുള്ള ചെറുപ്പക്കാര് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇന്റർനെറ്റാണ്. റാദർ ദാൻ TV അല്ലെങ്കിൽ പത്രം, ഏതെങ്കിലും ഒരു മാധ്യമത്തെക്കാളും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഇന്റർനെറ്റിലാണ്. വാർത്ത വായിക്കാനായാലും കർത്താവിൻ്റെ കാര്യങ്ങൾ അറിയാനായാലും എപ്പോഴും ഇന്റർനെറ്റിലായിരിക്കുന്നുണ്ട്. അടുത്തൊരു യുഗം
ഇറ്റ് വിൽ ബി ആൻ ഇന്റർനെറ്റ് ഏജ്. അതുകൊണ്ട് ദൈവം ഇപ്പോഴേ നമുക്ക് തന്നിരിക്കുന്ന ഒരു ആലോചനയാണ്, ഒരു 24/7 വെബ് ചാനൽ, ക്രിസ്ത്യൻ പ്രോഗ്രാംസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വെബ് ചാനൽ. ഓഫീസിലായിരിക്കുമ്പോഴോ വീട്ടിലായിരിക്കുമ്പോഴോ ആ ചാനലിലേക്ക് ലോഗിൻ ചെയ്ത് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കാനും പ്രാർത്ഥിക്കുവാനും എല്ലാം പഠിപ്പിക്കുന്ന ഒരു ചാനൽ 2013 ജനുവരി 1 മുതൽ സോഫ്റ്റ് ലൈവായിട്ട് ഓടുകയും 2013 ജൂൺ 1 മുതൽ ഫുൾ ലൈവായിട്ട് ഓടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം. അതിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിൻ്റെ എക്വിപ്മെൻറ്റ്സ് വാങ്ങിക്കുവാൻ, അതിൻ്റെ വീഡിയോ എഡിറ്റിംഗ് മെഷീൻസ് വാങ്ങിക്കുവാൻ, അതിൻ്റെ സ്ട്രീമിംഗ് സോഫ്റ്റ്വെയർസ് വാങ്ങിക്കുവാൻ, സ്ട്രീമിംഗ് പോർട്ടൽസ് വാങ്ങിക്കുവാൻ എല്ലാം ദൈവം കൃപയാൽ സഹായിക്കണം. യു ക്യാൻ സ്റ്റാൻഡ് വിത്ത് us ആൻഡ് ബി ബ്ലെസ്ഡ്. ഈ 5 കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമേ. 2, ദൈവം നിങ്ങൾക്ക് ആലോചന തരികയാണെങ്കിൽ you can support us financially and stand with us in this endeavor. Financially support ചെയ്ത് ഇതിൻ്റെ കൂടെ നിന്ന് you can sow your seeds and I am sure God will reward you because the Bible says that. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം കൃപയാൽ 2013 നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന 5 വിഷയങ്ങളുടെ മേൽ ദൈവം നമ്മളെ സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കും. Amen and amen. Hello and welcome to Moments of Hope from the Hope in Jesus Ministry. Hope in Jesus ശുശ്രൂഷയിൽ നിന്നുള്ള പ്രത്യാശയുടെ നിമിഷങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. I hope you all are doing good by the grace of our Lord Jesus Christ. നിങ്ങൾ എല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയിൽ നന്നായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. We were doing a series on spiritual warfare. ആത്മീക പോരാട്ടത്തെക്കുറിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. We learned that we are in a war. നാം ഒരു യുദ്ധത്തിലാണ് എന്ന് നാം പഠിച്ചു. We have only one enemy, the devil or the Satan. അതിൽ നമുക്ക് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ, അത് സാത്താനാണ് എന്ന് നാം മനസ്സിലാക്കി. And we are fighting against a defeated enemy. അത് മാത്രമല്ല പരാജയപ്പെട്ട ശത്രുവിനോടാണ് നാം യുദ്ധം ചെയ്യുന്നത് എന്ന് പഠിച്ചു. This is the 4th episode in this series. ഇതിലെ 4ാമത്തെ എപ്പിസോഡാണിത്. If you have missed my first 3 sessions, ഇതിന് മുൻപുണ്ടായിരുന്ന 3 സെഷൻ നിങ്ങൾ കാണുവാൻ കഴിഞ്ഞില്ല എങ്കിൽ you can write to our mail address and our media team will be happy to send you the DVDs. ഞങ്ങളുടെ മെയിൽ അഡ്രസ്സിൽ നിങ്ങൾക്ക് എഴുതാം. അങ്ങനെയെങ്കിൽ മീഡിയ ടീം ആ DVD നിങ്ങൾക്ക് അയച്ചു തരും. Or you can watch these episodes at our website. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇത് കാണുവാനായി കഴിയും. The first episode we learned an introduction to spiritual warfare. 1ാമത്തെ എപ്പിസോഡിൽ നാം ആത്മീക പോരാട്ടത്തെക്കുറിച്ച് നാം ആമുഖമായി പഠിച്ചു. The second episode we learned how to be part of God's army. 2ാമത്തെ എപ്പിസോഡിൽ ദൈവത്തിന്റെ സൈന്യത്തിൽ എങ്ങനെ ഒരു അംഗമാകുവാൻ കഴിയുമെന്ന് നാം പഠിച്ചു. The third episode we learned who all are part of God's army. 3ാമത്തെ എപ്പിസോഡിൽ ആരൊക്കെയാണ് ദൈവത്തിന്റെ സൈന്യത്തിലെ അംഗങ്ങൾ എന്ന് നാം പഠിച്ചു. God the Father, പിതാവായ ദൈവം, God the Son, പുത്രനായ ദൈവം, God the Holy Spirit, പരിശുദ്ധാത്മാവായ and His mighty angels. ദൂതന്മാർ. I am sure that it would have encouraged you a lot. അത് നിങ്ങളെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Today in this 4th episode, ഇന്ന് ഈ 4ാമത്തെ എപ്പിസോഡിൽ we are going to learn about our enemy. നാം നമ്മുടെ ശത്രുവിനെ കുറിച്ച് പഠിക്കുവാൻ പോകുന്നു. Satan. പിശാച്. Basically, I don't like preaching about Satan. സാത്താനെ കുറിച്ച് ഞാൻ സാധാരണ പ്രസംഗിക്കുന്നത് ഇഷ്ടപ്പെടാറില്ല. I like preaching about Jesus. എന്തുകൊണ്ടെന്നാൽ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നതാണ് എനിക്ക് But ഇഷ്ടം. as we are involved in a war, എന്നാൽ നാം ഒരു യുദ്ധത്തിൽ അകപ്പെട്ടിരിക്കുന്നു. it is very important that we know the enemy and the schemes of our enemy. നാം ശത്രുവിനെയും ശത്രുവിന്റെ പദ്ധതികളെ കുറിച്ചും അറിയുന്നവരായിരിക്കും. Before we go on to the message, നാം ഇന്നത്തെ സന്ദേശത്തിലേക്ക് പോകുന്നതിന് മുൻപായി can we hear some wonderful testimonies of Jesus Christ doing a miracle in their life? യേശു അത്ഭുതം ചെയ്ത ചില ജീവിതങ്ങളെ നമുക്ക് കാണാം. Over to miracles from Jesus. യേശുവിൽ നിന്നുള്ള അത്ഭുതത്തിലേക്ക് പോകാം. ನನಗೆ ಬ್ಯಾಕ್ ಪೇನ್ ಇತ್ತು, ಡಿಸ್ಕ್ ಪ್ರೊಲಪ್ಸ್ ಆಗಿತ್ತು. ಅದು ಇವತ್ತು ಒಂದು ಒಳ್ಳೆ ಅನುಭವ ಆಯಿತು. ಅದು ಇಡೀ ಬಾಡಿನೇ ಅವರು ಬಂದು ಅಲ್ಲಾಡಿಸಿ ನನಗೆ ಗುಣಪಡಿಸಿದ ಅಷ್ಟು ಅನುಭವ ಆಯಿತು. ಅದಕ್ಕೋಸ್ಕರ Was your disc, was the 2 disc having that problem as what God revealed? Was that person you? కార్యం అడిగి కథావని మాత్రం కూడా in Telugu. నాకు షోల్డర్ పెయిన్ ఉన్నది ఇక్కడ. రైట్ షోల్డర్. రైట్ షోల్డర్. ఇప్పుడు నాకు ఆఫ్టర్ టచింగ్ దేవుడు నాకు టచ్ చేసినట్లు అయ్యాది. సో నాకు ఇప్పుడు బాగుంది. కర్తావినికి వందనాలు యేసయ్య. దేని శాస్త్రమేంద్ర కొందనాలు మాది ఆంధ్రాను, ఇక్కడ బెంగళూరు పనికి వస్తున్నాను మేము. మా ఆయనకు 2 కిడ్నీ ప్రాబ్లము, కడుపులో క్యాన్సర్ గడ్డ ఉండే. పెద్ద ఆసుపత్రులకు కానీ పోయినాను, మా ఆయనకు మేలు కాలేదు. చనిపోయినాడు, బయట పెట్టేసినాము. ఎవరోగా ఏమో పాస్టర్ వచ్చి అమ్మ మీ చర్చిలోకి శుభం, మీ ఆయనకు బాగా అవుతుందని చెప్పినాడు. చర్చిలోకి వేసినాక మా ఆయన ఏళ్ళు ఇట్లా అన్నాడు. 1 వారం అంతా చర్చిలోనే ఉన్నాము. బాగా అయిపోయినాడు మా ఆయన. ఇప్పుడు చాలా బాగున్నాడు. బాగా అయిపోయినాక మళ్ళీ తాగేది ఎక్కువ అయిపోయింది మా ఆయనకి.
ఇట్లా అద్భుత మీటింగ్ పెట్టింటే అద్భుత మీటింగ్కి పోయింటే 2 ఏళ్ళు నోట్లో పెట్టుకొని కొరికేసినాడు మా ఆయన. ప్రభువా ఏమయ్యా నిన్ను నమ్ముకొని కానీ నిన్ను సత్యవాణ బతికించినా మళ్ళీ తాగేది ఎక్కువైంది ప్రభు అని 9 వారాలు ఉపవాసన ప్రార్థన అండి. దేవుని దగ్గర నేను ఎట్లాంటి దేవుని ప్రార్థన చేసుకున్నాను. నాకన్నా ముందుగానే పోయి మా ఆయన బాబునిష్ని తీసుకొని ఇప్పుడు మా కుటుంబమే మేము బాగుపడినాం. దేవుని కోటి కోటి స్తోత్రం. Welcome back. വീണ്ടും സ്വാഗതം. In this 4th episode ഈ 4ാമത്തെ എപ്പിസോഡിൽ of spiritual warfare, ആത്മീക പോരാട്ടത്തെ we കുറിച്ച് are going to learn about the devil. നാം സാത്താനെ കുറിച്ച് പഠിക്കുവാനായി പോകുന്നു. Let's read 1 Peter chapter 5 verse 8. 1 പത്രോസ് 5:8. Be sober, be vigilant, because your adversary the devil is like a roaring lion, walketh about, seeking who he may devour. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. We are going to learn more about the devil in this episode, ഈ എപ്പിസോഡിൽ നാം സാത്താനെ കുറിച്ച് വീണ്ടും so that പഠിക്കും. it will be very easy to defeat him. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അവനെ പരാജയപ്പെടുത്തുന്നത് എളുപ്പമായിരിക്കും. Number 1, what is the origin of Satan? ഒന്നാമത് സാത്താൻ എവിടെ നിന്നാണ് ആരംഭം നമുക്ക് കാണുവാൻ കഴിയും. John chapter 1 verse 3, യോഹന്നാൻ 1:3 the Bible says, വേദപുസ്തകം പറയുന്നു, all things were made by him, and without him nothing was made that was made. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായത് അല്ല. Colossians 1:16, the Bible says, കൊലോസ്യർ 1:16 വേദപുസ്തകം പറയുന്നു, for by him were all things created that are in heaven and that are in earth, visible and invisible, whether they may be thrones, dominions, principalities, powers, all things were created by him and for him. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. God did not create anything evil, but God created good, but Satan became evil because he sinned. ദൈവം എല്ലാം നല്ലതാണ് സൃഷ്ടിച്ചത്, എന്നാൽ സാത്താൻ തിന്മ ചെയ്യുന്നവനായി തീർന്നു. If you read Ezekiel chapter 28 verse 15, യെഹെസ്കേൽ 28:15 വായിച്ചാൽ the Bible says, വേദപുസ്തകം പറയുന്നു, thou wast perfect in thy ways from the day that thou wast created till the day when iniquity was found in thee. This verse talks about that God created Satan as a good person because God's creations are good, but the day he sinned, he became bad. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്കൽ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും, ദൈവം സാത്താനെ സൃഷ്ടിച്ചപ്പോൾ അവൻ നല്ലവനായിരുന്നു, എന്നാൽ അവൻ പാപം ചെയ്തതു മുതലാണ് അവൻ ദുഷ്ടനായി തീർന്നത്. So how did Satan become evil? എന്നാൽ എങ്ങനെയാണ് സാത്താൻ ദുഷ്ടനായി തീർന്നത്? He fell. അവൻ വീണുപോയി. Isaiah 14:12 to 15, യെശയ്യാവ് 14:12 മുതൽ 15 വരെയുള്ള ഭാഗം the Bible says, വേദപുസ്തകം പറയുന്നു, how art thou fallen from heaven, O Lucifer, the son of morning? How art thou cut down to the ground, which didst waken the nations? For thou hast said in thine heart, I will ascend into heaven, I will exalt my throne above the stars of God, I will sit upon the mount of congregation in the sides of the north, I will ascend about the heights of the cloud, I will be like the Most High, yet thou shalt be brought down to hell, to the sides of the pit. Thine heart was lifted up because of thy beauty, thou hadst corrupted by wisdom and by reason of thy brightness. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും. Again, if you read Ezekiel 28:17, വീണ്ടും യെഹെസ്കേൽ 28:17 വായിച്ചാൽ, thine heart was lifted up because of thy beauty, thou hadst corrupted by wisdom, by reason of thy brightness. നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചും നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കിയും ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു എന്നും കാണുവാനായി കഴിയും. It was of this very reason that Satan fell.
ഈ കാരണം കൊണ്ടാണ് സാത്താൻ വീണുപോകുവാൻ ഇടയായി തീർന്നത്. Number one, he thought, I will ascend to heaven. He wanted to occupy God's place. ഒന്നാമത് അവൻ ദൈവത്തിന്റെ സ്ഥാനം മോഹിച്ചു. Number two, he wanted to be above God. രണ്ടാമത് അവൻ ദൈവത്തിന്റെ മുകളിൽ അവന്റെ സിംഹാസനം Number three, he സ്ഥാപിക്കുമെന്ന് പറഞ്ഞു. wanted to be like God. മൂന്നാമത് അവൻ ദൈവത്തെ പോലെ ആകുവാൻ ആഗ്രഹിച്ചു. Satan sinned. സാത്താൻ പാപം ചെയ്തു. And what was the result of the sin? അങ്ങനെ പാപത്തിന്റെ പരിണിത ഫലമായി എന്തു He സംഭവിച്ചു? was banished from heaven according to Ezekiel 28:16 and 17. യെഹെസ്കേൽ 28:16-17 അനുസരിച്ച് അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും വീഴ്ത്തപ്പെട്ടവനായി തീർന്നു. Number two, he started having a corrupt character. ഒന്നാമത് അവന് ഒരു മലിനപ്പെട്ട ഒരു സ്വഭാവമായി തീർന്നു. Number three, മൂന്നാമത് he is destined to the lake of fire according to Isaiah 14:15. യെശയ്യാവ് 14:15 അനുസരിച്ച് അവൻ നിത്യ അഗ്നിക്ക് വേണ്ടിയിട്ട് അവനെ ഒരുക്കിയിരിക്കുന്നു. Number four, നാലാമത് he affected other angels of God also to sin. അവൻ മറ്റ് ചില ദൈവദൂതന്മാരെയും പാപം ചെയ്യുവാനായിട്ട് ഇടയാക്കി തീർന്നു. Number five, അഞ്ചാമത് sin entered into the universe through him. അവനിലൂടെയാണ് പ്രപഞ്ചത്തില് പാപം കടക്കുവാൻ ഇടയായി And തീർന്നത്. it came through one man, Adam. അത് ഒരു മനുഷ്യനിലൂടെ വരുവാൻ ഇടയായി So തീർന്നു. what are the attributes of Satan? എന്താണ് പിശാചിന്റെ സ്വഭാവങ്ങൾ? Number one, ഒന്നാമത് Satan is intelligent and subtle. ഒന്നാമതായി 2 കൊരിന്ത്യർ 11:3 അനുസരിച്ച് സാത്താൻ ജ്ഞാനിയുള്ളവൻ മാത്രമല്ല അവൻ ഉപായിയുമാകുന്നു. Number two, രണ്ടാമത് he is self-willed. അവൻ സ്വയമായി ഇച്ഛയുള്ളവനാണ്. 2 Timothy 2:26. 2 തിമോത്തി 2:26 That they may recover themselves out of the snare of the devil, who are taken captive by him at his will. വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്ന് പിശാചിനാൽ പിടിക്കപ്പെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കണികളിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്ന് വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതാകുന്നു. Number three, Satan is powerful. മൂന്നാമത് സാത്താൻ ശക്തിയുള്ളവനാകുന്നു. Ephesians 2:2. എഫേസ്യർ 2:2 The Bible calls him as the prince of the power of the air. ആകാശത്തിലെ അധികാരികൾ എന്നവന് പറഞ്ഞിരിക്കുന്നു. He has power. അവന് ശക്തിയുണ്ട്. Fourth, നാലാമത് the devil organizes a scheme to attack anybody. പിശാച് ഒരു വ്യക്തിയെ ആക്രമിക്കുമ്പോൾ അവൻ തന്ത്രങ്ങൾ മെനയുന്നവനാണ്. Ephesians chapter 6:11, the Bible says, എഫേസ്യർ 6:11 വേദപുസ്തകം പറയുന്നു, put on the whole armor of God that you may be able to stand against the schemes of the devil. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. Finally, അവസാനമായി he is deceptive. അവൻ വഞ്ചിക്കുന്നവനാണ്. 2 Corinthians 11:14. 2 കൊരിന്ത്യർ 11:14 And no marvel, for Satan himself is transformed into an angel of light. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. The Bible says വേദപുസ്തകം പറയുന്നു that he is a deceiver. അവൻ വഞ്ചകനാണ്. You know, many times I preach the 3 Ds always. എപ്പോഴും പിശാചിന്റെ ഈ 3 സ്വഭാവങ്ങളെ കുറിച്ച് ഞാൻ പറയാറുണ്ട്. The 3 Ds are the scheme of the devil. പിശാചിന്റെ 3 തന്ത്രങ്ങളെ കുറിച്ച്: Doubt, സംശയം, deception, വഞ്ചന, disobedience. അനുസരണക്കേട്. The main strategy of the devil is to make you doubt. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് നിങ്ങളെ സംശയമുളവാക്കുക. Thereby he deceives you. അങ്ങനെ അവൻ നിങ്ങളെ വഞ്ചിക്കും. And thereby it leads to disobedience, which God considers as a sin. അങ്ങനെ നിങ്ങൾ അനുസരണക്കേടിലേക്ക് പോവുകയും ദൈവം അതിനെ പാപമായിട്ട് കാണുകയും This ചെയ്യും. was the plan from right the day when the devil made Adam and Eve to sin. സാത്താൻ ആദാമിനെ അവയെയും പാപം ചെയ്യിപ്പിച്ചത് മുതൽ ഇതേ കാര്യത്തെ നമുക്ക് കാണുവാൻ He കഴിയും. put a doubt into their heart, asking, did God really tell you not to eat the fruit of this tree? അവരുടെ ഹൃദയത്തിൽ ഒരു സംശയമിട്ടാണ് ആരംഭിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. വാസ്തവമായും ദൈവം ഇതിന്റെ ഫലം തിന്നരുത് എന്ന് കൽപ്പിച്ചിട്ടുണ്ടോ? Number two, he deceived them by giving false truth. രണ്ടാമത് അവൻ അവരെ വഞ്ചിക്കുകയാണ്, സത്യത്തിൽ നിന്നും അവരെ മാറ്റി. Number three, they disobeyed God, whereby man sinned and sin entered the world. മൂന്നാമത് അവർ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു, അങ്ങനെ പാപം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. The devil tried the same trick against Jesus Christ after the 40 days of fasting. യേശുവിന്റെ ജീവിതത്തിൽ 40 ദിവസം ഉപവസിച്ചിട്ട് വരുമ്പോൾ ഇതേ കാര്യങ്ങളെ പിശാച് ചെയ്തതായി He കാണുവാൻ started കഴിയും. putting a doubt into the heart of Jesus, asking him, are you the Son of God? If you are the Son of God, are you really the Son of God?
സാത്താൻ ഇതേ കാര്യമാണ് യേശുവിനോട് ചോദിച്ചു, നീ വാസ്തവമായും ദൈവപുത്രനായിരിക്കുന്നു എങ്കിൽ എന്ന് പറഞ്ഞ് അവിടെ ചോദിച്ചതായി കാണുവാൻ കഴിയും. But Jesus overcame him by the power of the word of God. എന്നാൽ യേശുവോട് സാത്താന്റെ മേൽ ജയമെടുപ്പാൻ ഇടയായി തീർന്നു ദൈവ വചനത്തിന്റെ ശക്തിയാ. Similarly, now we have understood our enemy and his schemes. ഇപ്പോൾ നമുക്ക് നമ്മുടെ ശത്രുവിനെയും ശത്രുവിന്റെ തന്ത്രങ്ങളെയും കുറിച്ച് മനസ്സിലായതുകൊണ്ട് But I am sure that you will be able to overcome the devil because your Jesus is an overcomer. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ ജയാളികളായി തീരും. എന്തുകൊണ്ടെന്നാൽ യേശു നിങ്ങൾക്ക് വേണ്ടി ജയാളിയായി തീർന്നിരിക്കുന്നു. Cheer up. അതുകൊണ്ട് സന്തോഷിക്കാം, Be strong. അതുകൊണ്ട് ഉറപ്പുള്ളവരായിരിക്കാം. Don't doubt. അത് സംശയിക്കരുത്. Don't be deceived. നിങ്ങൾ ഒരിക്കലും But വഞ്ചിക്കപ്പെടരുത്. just obey the word of God. നിങ്ങൾ ദൈവവചനത്തെ അനുസരിക്കുന്നവരായിരിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾ ജയാളികളായി. Shall we close our eyes and look to the Lord in prayer? നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥനയിൽ ദൈവമുഖം അന്വേഷിക്കാം. Loving Lord, gracious heavenly Father. സ്വർഗ്ഗസ്ഥനായ സ്വർഗീയ നല്ല പിതാവേ, Father, as we have understood who the devil is പിതാവേ, പിശാച് ആർ എന്ന് ഞങ്ങൾക്ക് ഇന്ന് and മനസ്സിലായി. his scheme is, അവന്റെ തന്ത്രങ്ങൾ എന്തെന്ന് right മനസ്സിലാക്കി. now we unite our hearts. ഇപ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങൾ ഒരുമനപ്പെടുത്തി We പ്രാർത്ഥിക്കുന്നു. rebuke the schemes of the devil in our lives. ഞങ്ങളുടെ ജീവിതത്തിലുള്ള പിശാചിന്റെ തന്ത്രങ്ങളോ ഞങ്ങൾ എതിർത്ത് In നിൽക്കുകയാണ്. any area of our life ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ which മേഖലകളിലും is blocking our blessings, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ അത് we തടസ്സപ്പെടുത്തി rebuke it വെച്ചിരിക്കുന്നു. in the mighty name of Jesus. യേശുവിന്റെ അതുല്യമായ നാമത്തിൽ ഞങ്ങൾ അതിനെ മാറിപ്പോകുവാൻ Let the കൽപ്പിക്കുന്നു. yokes be broken and let the power of the Holy Spirit be free in our lives. ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ സ്വതന്ത്രമായി നുകങ്ങൾ തകരപ്പെടട്ടെ. People who always feel doubt in their hearts, ഹൃദയത്തിൽ എപ്പോഴും സംശയം ഉളവാകുന്ന ജീവിതങ്ങൾ, am I really saved? വാസ്തവമായും ഞാൻ രക്ഷിക്കപ്പെട്ടു, Am I really spirit filled? ഞാൻ വാസ്തവമായും പരിശുദ്ധാത്മാവിന്റെ Is അഭിഷേകത്താൽ God really നിറഞ്ഞു, loving me? ദൈവം എന്നെ സ്നേഹിക്കുന്നുവോ, Will God take care of me? ദൈവം എന്നെ കാത്തു Why പരിപാലിക്കുമോ, did God leave me alone? എന്തുകൊണ്ട് ദൈവം എന്നെ ഏകാന്തതയിൽ My dear വിട്ടു? brother and sister, എന്റെ പ്രിയ സഹോദര സഹോദരി, these are not true statements. ഇതൊന്നും സത്യത്തിലുള്ള കാര്യങ്ങളല്ല. These are all doubts from the wicked devil. ഇത് ശത്രു നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന സംശയമാണ്. Stand up in the anointing. അതുകൊണ്ട് അഭിഷേകത്തിൽ നിങ്ങൾ നിൽക്കുക. Resist the devil. പിശാചിനോട് എതിർത്തു നിൽക്കുക. Rebuke him. അവനെ ശാസിക്കുക. And he will flee from അങ്ങനെയെങ്കിൽ you. അവൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഓടിപ്പോകും. Rebuke your sickness. നിങ്ങളുടെ ജീവിതത്തിലുള്ള രോഗത്തെ നിങ്ങൾ ശാസിക്കുക. Rebuke your defeats. നിങ്ങളുടെ പരാജയങ്ങളെ നിങ്ങൾ ശാസിക്കുക. Rebuke the block of blessings in your life. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തി നിൽക്കുന്നതിന് നിങ്ങൾ ശാസിക്കുക. You can do it. നിങ്ങൾക്കത് ചെയ്യുവാൻ Because you കഴിയും. have the power of the Holy Spirit. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾക്ക് അതിന് ലഭ്യമാണ്. Let it happen. അത് സംഭവിക്കട്ടെ. Let it happen. അത് Let സംഭവിക്കട്ടെ. it happen. അത് സംഭവിക്കട്ടെ. Let it happen. അത് സംഭവിക്കട്ടെ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ Let bondages be broken. എല്ലാ ബന്ധങ്ങളും അഴിയട്ടെ. We loosen it in the name of Jesus. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ Because the സ്വതന്ത്രമാക്കുന്നു. Bible says, എന്തുകൊണ്ടെന്നാൽ വേദപുസ്തകം where അത് the Spirit പറയുന്നു. of the Lord is, there is freedom. എവിടെ ദൈവത്തിന്റെ ആത്മാവുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. Let people experience your freedom. ആ സ്വാതന്ത്ര്യം ഈ ജനം Let അനുഭവിക്കട്ടെ. healings happen right now. ഇപ്പോൾ സൗഖ്യം അവരുടെ ജീവിതത്തിൽ Let ഉണ്ടാകട്ടെ. tumors disappear. എല്ലാ മുഴകളും അലിഞ്ഞ് അപ്രത്യക്ഷമാകട്ടെ. Thyroid glands become normal. തൈറോയ്ഡ് ഗ്ലാൻഡ് ഇപ്പോൾ നോർമലായി തീരട്ടെ. The lumps in the breast is disappearing by the power of the Holy Spirit. നെഞ്ചിലുള്ള മുഴ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇപ്പോൾ അലിഞ്ഞ് അപ്രത്യക്ഷമായി തീരുന്നു. Receive it. ഇപ്പോൾ പ്രാപിക്കാം. Receive it. പ്രാപിക്കാം. Receive it. ഇപ്പോൾ പ്രാപിക്കാം. Receive the miracle. ഇപ്പോൾ യേശുവിൽ നിന്ന് ഒരു അത്ഭുതത്തെ സ്വീകരിക്കാം. The problem in your eye is right now living. നിങ്ങളുടെ കണ്ണിലുള്ള എല്ലാ രോഗവും ഇപ്പോൾ മാറിപ്പോകുകയാണ്. An itching sensation in your eyes. നിങ്ങളുടെ കണ്ണില് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത്, Water flowing out from your eyes. നിങ്ങളുടെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകി It is being പോകുന്നത് healed by the power of the Holy ഇപ്പോൾ Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സൗഖ്യം Skin പ്രാപിക്കുന്നു. allergies are being healed. തൊലിപ്പുറത്തുള്ള അലർജി രോഗം സൗഖ്യമാകുന്നു. Rebuke the psoriasis. എല്ലാ സോറിയാസിസിനും വിട്ടുപോകുവാൻ Be കൽപ്പിക്കുന്നു. healed in the name of Jesus. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ Heart സൗഖ്യമാകട്ടെ. problems be healed. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകുന്നു. Asthma problems be healed. ആസ്മ രോഗങ്ങൾ സൗഖ്യമാകുന്നു. Bronchitis be healed. ബ്രോങ്കൈറ്റിസ് സൗഖ്യമാകുന്നു. Knee pains be healed. മുട്ടിലെ വേദന സൗഖ്യമാകുന്നു. Kidney stones melt and disappear. കിഡ്നി സ്റ്റോൺ അലിഞ്ഞ് അപ്രത്യക്ഷമാകട്ടെ. Be healed. ഇപ്പോൾ Be സൗഖ്യത്തെ healed. പ്രാപിക്കട്ടെ. സൗഖ്യത്തെ Let your പ്രാപിക്കട്ടെ. children be blessed. നിങ്ങളുടെ മക്കൾ Let them be അനുഗ്രഹിക്കപ്പെടട്ടെ. filled with love, joy and peace. ഇപ്പോൾ സന്തോഷത്താൽ സമാധാനത്താൽ Let their നിറയപ്പെടട്ടെ. family have the greatest blessing in Jesus Christ. ഇവരുടെ കുടുംബങ്ങളിൽ യേശുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ വരട്ടെ. Let the children study well. ഇവരുടെ മക്കൾ And നല്ലവണ്ണം let them be പഠിക്കട്ടെ. blessed. അവർ Let them അനുഗ്രഹിക്കപ്പെടട്ടെ. also be powerful servants of God. അവരും ദൈവത്തിന്റെ ശക്തമായിട്ടുള്ള ദാസന്മാരായി In the തീരട്ടെ. name of Jesus we pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. Amen. ആമേൻ. ആമേൻ.
Stand against your enemy because he is a defeated enemy. ശത്രുവിന് എതിരായി ജയാളികളായി നിൽക്കുക. എന്തുകൊണ്ടെന്നല്ല, അവൻ പരാജയപ്പെട്ടവൻ. God bless you and God be with you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളോടൊപ്പം ഇരിക്കുമാറാകട്ടെ. Amen. ആമേൻ. Amen. ആമേൻ.